മാതാപിതാക്കളുടെ ക്രിസ്തീയ വിശ്വാസം തന്നെ തുടർന്നതായ ഗീവർഗീസ് പ്രാർത്ഥനയിലും നോമ്പിലും ഉപവാസത്തിലുമൊക്കെ ശക്തി പ്രാപിച്ചു. 17-ാമത്തെ വയസ്സിൽ അദ്ദേഹം നിർബന്ധിതമായിട്ടും റോമാ സൈന്യത്തിൽ ചേർന്ന് സൈന്യസേവനം നടത്തേണ്ടി വന്നു. ഡയോക്ലീഷ്യൻ ചക്രവർത്തിക്ക് വളരെ പ്രിയപ്പെട്ട ഒരു പട്ടാള മേധാവിയുടെ മകനായിരുന്നതുകൊണ്ട് അദ്ദേഹത്തെ ചക്രവർത്തിയുടെ പേഴ്സണൽ ഗാർഡിൽ ഉൾപ്പെടുത്തുകയാണ് ചെയ്തത്. പ്രത്യേകമായ ദൗത്യം. അന്ന് റോമാ സാമ്രാജ്യം പിടിച്ചടക്കിയിരുന്ന എല്ലാ രാജ്യങ്ങളിലും ചെന്ന് അവിടെയൊക്കെയുള്ള റോമാ സാമ്രാജ്യത്തിലെ പടയാളികളുടെ സുഖസൗകര്യങ്ങൾ അന്വേഷിച്ച് തിരിച്ച് റിപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെ ഗീവർഗീസ് സഹദ പലസ്തീൻ നാടിൻ്റെ ചുമതലയുണ്ടായിരുന്നുകൊണ്ട് അദ്ദേഹം പലസ്തീൻ നാട്ടിൽ ഓരോരുത്തടത്തും കുതിരപ്പുറത്ത് യാത്ര ചെയ്ത് പട്ടാള ക്യാമ്പുകൾ സന്ദർശിക്കുക. അങ്ങനെ ഒരു ദിവസം പട്ടാള ക്യാമ്പ് സന്ദർശിക്കാൻ പോയപ്പോഴാണ് തൻ്റെ ജന്മസ്ഥലമായ ലിദായിക്ക് അടുത്തുള്ള സെലേന്യ എന്നൊരു ഗ്രാമത്തിൽ വഴിയരികിൽ കുറേ ആളുകൾ നിന്ന് കരയുന്നത് കണ്ടത്. എന്താണ് കാരണമെന്ന് അന്വേഷിച്ചപ്പോൾ അവിടെ താഴ്വാരത്തിൽ ചതുപ്പ് നിലത്ത് ഒരു വലിയ മൃഗം വന്ന് ഇരിക്കുന്നു. ഇവർക്ക് വെള്ളം കോരാനുള്ളതായ ചതുപ്പ് നിലത്ത് അത് വന്ന് കിടക്കുന്നതുകൊണ്ട് വെള്ളം കോരാൻ സാധിക്കുന്നില്ല. ഭീമാകാരനായിരുന്ന ആ മൃഗം തൻ്റെ വായിൽ നിന്ന് ഉച്ഛ്വസിക്കുന്ന വിഷവായു കൊണ്ടാണ് ഇരകളെ പിടിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ട് ആർക്കും അടുത്ത് ചെല്ലുവാനായിട്ട് സാധിച്ചിരുന്നില്ല. അതുകൊണ്ട് ജനങ്ങൾ ആ മൃഗത്തിന് ഇടയ്ക്കിടയ്ക്ക് അവരുടെ വളർത്തു മൃഗങ്ങളെ, ആടിനെയും കോഴിയെയും പക്ഷികളെയും മറ്റെല്ലാത്തിനെയും ഇട്ടുകൊടുത്ത് അതിന് ഭക്ഷണം കൊടുത്തിരുന്നു. കാരണം ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് അത് പിന്നെ ഒരു 10-15 ദിവസത്തേക്ക് അതിനെ മാളത്തിൽ ഒളിക്കും. പിന്നെ 15 ദിവസം കഴിഞ്ഞ് വരികയുള്ളൂ. അത്രയും കാലം അവർക്ക് സ്വന്തമായി വെള്ളം കോരാം. കുന്നിൻ്റെ പുറത്ത് താമസിക്കുന്ന ആളുകളുടെ അടുത്തുള്ള കുന്നുംപുറങ്ങളിൽ താമസിക്കുന്നവർക്കുമെല്ലാം അവരുടെ എല്ലാ കുന്നുകളുടെയും നടുവിലുള്ള ഈ ചതുപ്പ് നിലത്തിലെ വെള്ളമാണ് അവർക്കെല്ലാം ആശ്രയം. അങ്ങനെ വളർത്തുമൃഗങ്ങളെല്ലാം തീർന്നു കഴിഞ്ഞപ്പോൾ അവർ തങ്ങളുടെ കുഞ്ഞുങ്ങളെ ഇട്ടുകൊടുക്കാൻ തുടങ്ങി. അത് ചീട്ടിട്ടെടുത്ത് ഓരോ കുഞ്ഞിനെയും കൊടുക്കുകയാണ്. പട്ടണത്തിലെ ആരൊക്കെ ചീട്ട് വീഴുന്നു അവരുടെ കുഞ്ഞിനെ കൊടുക്കണം. ഗീവർഗീസ് കഴിഞ്ഞു വരുന്ന സമയത്ത് പട്ടണത്തിൻ്റെ അധിപനായിരുന്ന ഒരു രാജാവെന്ന് പറയുന്ന ആളിൻ്റെ ഏക മകളെയാണ് കൊടുക്കേണ്ടിയിരുന്നത്. അതിൽ ജനമെല്ലാം പട്ടണം മുഴുവനും ദുഃഖിച്ച് വിലപിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഗീവർഗീസ് അവിടെ വരുന്നത്. വിവരം അറിഞ്ഞ് അദ്ദേഹം പറഞ്ഞു, സാരമില്ല, ആ ജീവിയെ കൊന്ന് ആ സ്ഥലത്ത് നിന്ന് മാറ്റാം. ഉള്ളവരൊക്കെ നിർബന്ധിച്ചു. അതിൻ്റെ അടുത്ത് ചെല്ലാൻ ഒക്കത്തില്ല, അത് വിഷവാതകം ഉച്ഛ്വസിച്ച എല്ലാവരും മരിച്ചു പോകും. ഗീവർഗീസ് പറഞ്ഞു, ഞാൻ ക്രിസ്തുവിൻ്റെ ശിഷ്യനാണ്, എനിക്കതിനെ ഭയപ്പെടേണ്ട ആവശ്യമില്ല. യേശു ക്രിസ്തു എന്നെ രക്ഷിക്കും, അതിനെ കൊന്ന് മാറ്റുവാൻ സാധിക്കും. എല്ലാവരും നോക്കി നിൽക്കെ ഗീവർഗീസ് ചെന്ന് കുന്തം കൊണ്ട് കുത്തി അതിനെ കൊന്ന് അവിടെ നിന്ന് മാറ്റുകയാണ്. ഏതാണ്ട് 4 രഥങ്ങൾ കെട്ടി വലിച്ചിട്ടാണ് അത്ര വലിയ ഭീമാകാരനായ ഒരു ജീവിയെ അവിടുന്ന് മാറ്റുവാൻ സാധിച്ചത്. ഇത് കണ്ട ജനങ്ങൾ, രാജാവ് വലിയ ഉപഹാരങ്ങൾ, സമ്മാനങ്ങളൊക്കെ അദ്ദേഹത്തിന് കൊണ്ടുവന്നു. അതെല്ലാം അദ്ദേഹം പാവപ്പെട്ടവർക്ക് വിതരണം ചെയ്തു. രാജാവും ജനങ്ങളുമെല്ലാം ക്രിസ്ത്യാനികളായി. തൻ്റെ ചുറ്റുമുള്ള ഗ്രാമങ്ങളിൽ നിന്നുമായിട്ട്, ഇവിടുന്ന് വെള്ളം കോരിക്കൊണ്ടിരുന്ന ഗ്രാമങ്ങളിൽ നിന്നുമായിട്ട് ഏതാണ്ട് 15,000 പേരോളം അന്ന് ക്രിസ്ത്യാനികളായി എന്നാണ് ചരിത്രം പറയുന്നത്.
ക്രിസ്തീയ വിശ്വാസം അങ്ങനെ പടർന്നതോടുകൂടെ അവിടെയുള്ളതായ ക്ഷേത്രങ്ങളിൽ ആളുകൾ പോകാറായി. ക്ഷേത്രത്തിൽ സൂര്യഭഗവാനെ വന്ദിക്കുന്ന, ബലി അർപ്പിക്കുന്ന ക്ഷേത്രമാണ്. ആ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠയെ വന്ദിക്കാൻ ആളില്ലാതെ വന്നപ്പോൾ ആ പട്ടണത്തിൻ്റെ ക്ഷേത്രപാലകനായിരുന്ന ദേദ്യാനോസ്, അദ്ദേഹത്തിൻ്റെ ഭാര്യ അലക്സാണ്ട്ര, ദേദ്യാനോസ് ചെന്ന് അവിടെയുള്ളതായ വലേറിയസ് എന്ന് പറയുന്ന അവിടുത്തെ പട്ടാള മേധാവിയെ വിവരമറിയിച്ചു. ഞങ്ങളുടെ ക്ഷേത്രത്തിൽ ആളുകൾ വരാതായി. ഗീവറീസയുടെ പുറകെ പോയി വലേറിയസ് ഡയോക്ലീഷ്യനെ അറിയിച്ചപ്പോൾ ഡയോക്ലീഷ്യൻ പറഞ്ഞു, എനിക്ക് പ്രിയപ്പെട്ട ഒരു പട്ടാളക്കാരനാണ്, പക്ഷേ ക്രിസ്ത്യാനിയാണെങ്കിൽ അവനെ പീഡിപ്പിച്ച് ക്രിസ്ത്യ വിശ്വാസം തള്ളിപ്പറയിക്കണം, കൊല്ലരുതെന്ന് പറഞ്ഞു. അങ്ങനെ പല വർഷങ്ങളായി ഗീവറീസതായ ഓരോ സമയത്തും ഓരോ പീഡകൾ ഏർപ്പെടുത്തി. അനേകം പീഡകൾ ഏറ്റുവെങ്കിലും വർഷങ്ങൾ കഴിഞ്ഞിട്ടും അദ്ദേഹം ക്രിസ്ത്യവിശ്വാസം തള്ളിപ്പറഞ്ഞില്ല. തലകീഴായി കെട്ടിത്തൂക്കി അടിച്ചു. അപ്പോൾ അദ്ദേഹം വിശ്വാസം തള്ളിപ്പറയാതെ വന്നപ്പോൾ അദ്ദേഹത്തെ വെറുതെ വിട്ടു, കൊല്ലരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതുകൊണ്ട് ഓരോ പീഡകളും നടക്കുമ്പോൾ കൂടുതൽ കൂടുതൽ ആളുകൾ ക്രിസ്ത്യാനികളാകുകയാണ്. പിന്നീട് അദ്ദേഹത്തെ ചുട്ടുപഴുപ്പിച്ച കമ്പി പട്ടയിൽ കിടത്തി. അദ്ദേഹത്തിന് ദോഷമൊന്നും സംഭവിച്ചില്ല. മാരകമായ വിഷം കുടിക്കുവാൻ കൊടുത്തു, ദോഷമില്ലായില്ല. പിന്നീട് മറ്റൊരു സമയത്ത് 2 രഥങ്ങളുടെ ഇടയിൽ രഥത്തിൻ്റെ ചക്രത്തിൽ അദ്ദേഹത്തിൻ്റെ കാലുകൾ കെട്ടി വിപരീത ദിശയിലേക്ക് 2 രഥങ്ങൾ ഓടിച്ചെങ്കിലും രഥങ്ങളൊന്നും മാറാതെ അവിടെ നിന്നു. അവസാനം അദ്ദേഹത്തെ ഒരുക്കിയതായ ഈയത്തിൽ, തിളപ്പിച്ച ഈയത്തിൽ നിർത്തി. അദ്ദേഹത്തിന് ദോഷമൊന്നും ഉണ്ടായില്ല. ഇങ്ങനെ അനേക വർഷങ്ങളിലായിട്ട് അനേക വീടുകൾ സഹിച്ചിട്ടും ഗീവറീസദായിക്ക് ദോഷമൊന്നും സംഭവിച്ചില്ല. അനേകം ആളുകൾ ക്രിസ്ത്യാനികളായി. അവസാനം ദേദ്യാനോസ് പട്ടണത്തിൻ്റെ ക്ഷേത്രപാലകൻ പറഞ്ഞു, ഈ ഞങ്ങളുടെ ക്ഷേത്രത്തിൻ്റെ മുമ്പിൽ വന്ന് ക്ഷേത്രത്തെ നോക്കി ഒന്ന് പ്രാർത്ഥിച്ചാൽ മതി, നിന്നെ വിട്ടേക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ക്ഷേത്രത്തെ നോക്കി പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞ് അവിടെ ചെന്നപ്പോൾ അദ്ദേഹം സ്വർഗത്തിലേക്ക് കണ്ണുകിടർത്തി യേശുക്രിസ്തുവിനോട് പ്രാർത്ഥിച്ചു. പ്രാർത്ഥിച്ചതായ സമയത്ത് ആകാശത്ത് നിന്ന് തീയിറങ്ങി ആ ക്ഷേത്രവും അവിടെ കൂടി നിന്ന് എല്ലാവരെയും ദഹിപ്പിച്ചു കളഞ്ഞു. ഇത് കണ്ട ദേദ്യാനോസിൻ്റെ ഭാര്യ അലക്സാണ്ട്ര, ഞാനും ക്രിസ്ത്യാനിയാകുക എന്ന് പറഞ്ഞു. ദേദ്യാനോസ് ആദ്യം എൻ്റെ ഭാര്യയെ വെട്ടിക്കൊന്നു. അതിനുശേഷം ഗീവറീസദായും വെട്ടിക്കൊന്നു. അവരെല്ലാവരും തീക്കിരയായി തീർന്നു. ഇതാണ് അവിടെ നടന്നതായ സംഭവം. അനേകം പേര് ക്രിസ്ത്യാനികളായി തുടർന്നും ആ തുർക്കി പ്രദേശത്ത് ക്രിസ്ത്യാനികളാകുവാൻ പലസ്തീൻ നാട്ടിൽ ക്രിസ്ത്യാനികളാകുവാൻ കാരണം ഗീവറീസയുടെ രക്തസാക്ഷി മരണമാണ്. അദ്ദേഹത്തിൻ്റെ തിരുശേഷിപ്പുകളെല്ലാം ഭക്തജനങ്ങൾ സമർപ്പിച്ചു. അവിടെ ഗീവറീസയുടെ നാമത്തിലൊരു ദേവാലയം തന്നെ പലസ്തീൻ നാട്ടിൽ പണിയുകയുണ്ടായി. ഗീവറീസയുടെ ഈ സഹത രക്തസാക്ഷിത്വം അദ്ദേഹത്തിന് സഭയുടെ വിശ്വാസത്തെ സ്ഥിരപ്പെടുത്തുവാനായിട്ട് കഴിഞ്ഞ കാര്യമാണ്. അദ്ദേഹം നമുക്ക് നൽകുന്നതായ സന്ദേശം എന്താണ്? ഒന്നാമത്തെ സന്ദേശമെന്ന് പറയുന്നത്, നമ്മൾ എത്ര തിരക്ക് പിടിച്ച ജീവിതത്തിലുള്ളവരായിരുന്നാലും പ്രാർത്ഥനയും നോമ്പും ഉപവാസവും നഷ്ടപ്പെടുത്താതിരുന്നാൽ ആത്മീയ ശക്തി നമുക്ക് ലഭിക്കും. അതിൽ കുറവുള്ളവരായിരുന്നാൽ ആത്മീയ ശക്തി നമുക്ക് ലഭിക്കുകയില്ല എന്നുള്ളതാണ്. ആ ആത്മീയ ശക്തിയാണ് അതിപ്പോൾ ഗീവറീസദായിക്ക് എന്നും ഉണ്ടായിരുന്നത്. അത് തൻ്റെ ബാല്യം മുതൽ മാതാപിതാക്കൾ കൊടുത്തതായ പാഠമാണ്. അങ്ങനെയുള്ള പാഠങ്ങൾ കൊടുക്കുവാൻ നമ്മുടെ മാതാപിതാക്കൾക്ക് കഴിയുന്നില്ലെങ്കിൽ നമ്മുടെ മക്കൾ തിന്മയിലേക്ക് പോകും. പ്രായമാകുമ്പോൾ അവർ അതൊന്നും അനുസരിക്കാതെ അവരുടെ ഇഷ്ടം പോലെ ജീവിക്കും. മദ്യത്തിനും മയക്കുമരുന്നിനും അടിമകളാകുകയും സഭയുടെ വിശ്വാസമോ ക്രിസ്ത്യവിശ്വാസമോ ഇല്ലാത്തവരായി നഷ്ടപ്പെടുകയും ചെയ്യും. അതിടയാക്കാതിരിക്കുവാനായിട്ട് ബാല്യത്തിൽ തന്നെ കുഞ്ഞുങ്ങളെ ദൈവ ശിക്ഷണത്തിൽ വളർത്തുകയും ആ ശിക്ഷണം അവരുടെ ജീവിതത്തിൽ എപ്പോഴും എന്തെല്ലാം തിരക്ക് പിടിച്ചതായിരുന്നാലും
നിർവഹിക്കുവാൻ സാധ്യമാകുകയും ചെയ്യണമെന്നവരെ പഠിപ്പിക്കുകയും ചെയ്യണമെന്നുള്ളത് നമ്മൾക്ക് വലിയ ഒരു സന്ദേശമാണ്. രണ്ടാമത്, നമ്മുടേതല്ലാത്തതായ കാരണത്താൽ ലോകത്തിൽ പല കഷ്ടതകളും പ്രയാസങ്ങളും ദുഃഖങ്ങളും നമ്മൾ അനുഭവിക്കേണ്ടി വരും. ഇവരീസാദയുടെ സ്വന്തം കാരണത്താലല്ല, ക്രിസ്തീയ വിശ്വാസിയായിരിക്കുന്നു എന്നുള്ളതിൽ മാത്രമാണ്. യേശു ക്രിസ്തു ഈ ലോകത്തിൽ വന്നും കഷ്ടപ്പാടും കുരിശുമരണവും സഹിച്ചത് തൻ്റേതല്ലാത്തതായ കാരണത്താലാണ്, മനുഷ്യവർഗത്തിന് വേണ്ടിയാണ്. ലോകത്തിൽ നമുക്കും പല അപകടങ്ങളോ രോഗങ്ങളോ ഒക്കെ വരാം. അപകടം വരുവാൻ നമ്മളാരും ആഗ്രഹിക്കുന്നില്ല, രോഗങ്ങൾ വരുവാൻ നമ്മൾ ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ നമ്മൾ ആഗ്രഹിക്കാതെ തന്നെ പലപ്പോഴും പല അപകടങ്ങളും നമുക്കുണ്ടാകും. അവിടെ കഷ്ടതകളും പ്രയാസങ്ങളും ഉണ്ടാകാം. പക്ഷെ അതെല്ലാം പരിശുദ്ധനായ പൗലോസ്ലീഹ പറയുന്ന പോലെ സഭയ്ക്ക് വേണ്ടിയുള്ള എൻ്റെ കഷ്ടത കർത്താവിൻ്റെ ശരീരത്തിൽ കുറവുള്ളത് പൂർത്തിയാക്കുന്നുവെന്ന് കൊലോസ്യ ലേഖനത്തിൽ പൗലോസ്ലീഹ നമ്മെ ഓർപ്പിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കഷ്ടത കർത്താവിൻ്റെ കഷ്ടതയോട് അനുരൂപമായി തീരുന്നതാണ് എന്ന് വിശ്വസിക്കുവാൻ നമുക്ക് കഴിയണം. നിർദോഷമായ കഷ്ടതകൾ, നമ്മൾ തെറ്റ് ചെയ്തിട്ടുള്ളതായ അടികളേൽക്കുകയാണെങ്കിൽ അതല്ല, നേരെ മറിച്ച് നമ്മൾ ഒരു തെറ്റും ചെയ്യാതെ പലതരത്തിലുള്ള ആരോപണങ്ങളോ അപമാനങ്ങളോ അതുപോലെ അപകടങ്ങളോ രോഗങ്ങളോ വന്നാൽ നാം ഭയപ്പെടേണ്ട. ക്രിസ്തുവിൻ്റെ കഷ്ടാനുഭവത്തിൽ നമ്മളും പങ്കുള്ളവരാകുന്നു എന്ന് മാത്രം ഓർത്തില്ല. മൂന്നാമതായിട്ട് നമ്മൾ ഓർക്കേണ്ടത്, ഈവറീസാദ കഷ്ടത അനുഭവിച്ചത് വെറുതെയല്ല. തനിക്ക് വേണമെങ്കിൽ ഇവിടുന്ന് മാറിപ്പോകാമായിരുന്നു. എന്നാൽ കർത്താവിൻ്റെ പിൻഗാമിയായിരിക്കുന്നവൻ കർത്താവിൻ്റെ ക്രൂശ് എടുത്തവനെ അനുഗമിക്കണമെന്ന് കർത്താവ് പഠിപ്പിക്കുന്നുണ്ട്. അതെന്തിനു വേണ്ടിയാണ്? ആ ക്രൂശ് തേജസ്സിൻ്റെ വാടാത്ത കിരീടം പ്രാപിക്കുന്നതിനാണ്. അതാണ് പത്രോസ്ലീഹായുടെ 1-ാം ലേഖനത്തിൽ പറയുന്നത്, വാട്ടം മാലിന്യം ഒന്നുമില്ലാത്ത തേജസ്സിൻ്റെ കിരീടം. അത് പരീക്ഷ സഹിക്കുന്ന മനുഷ്യനാണ് കിട്ടുന്നതെന്ന് യാക്കോബ് പറയുന്നു. പൗലോസ്ലീഹ അത് ഓർപ്പിക്കുന്നു, ഞാൻ നല്ല പോർ പൊരുതും, ഓട്ടം തികച്ച് വിശ്വാസം കാത്തു, നീതിയുടെ കിരീടം എനിക്കായി പടഞ്ഞു വച്ചിരിക്കുന്നു. അതുകൊണ്ട് കഷ്ടത ഈ ലോകത്തിൽ വരുമ്പോൾ നമ്മൾ ഓർക്കണം, ഇത് വെറുതെയല്ല. നമ്മുടെ കുറ്റം കൊണ്ടല്ലാത്തതായ കഷ്ടതകൾ അനുഭവിക്കേണ്ടി വരുമ്പോൾ ദൈവരാജ്യത്തിൽ പ്രാപിക്കാനുള്ള കിരീടത്തിൻ്റെ ഉറപ്പ് എനിക്ക് കിട്ടുന്നതാണ് ഈ കഷ്ടത എന്നുള്ള ആ ഉറപ്പാണ് ഗിവറീസാദായ കഷ്ടതകൾ അനുഭവിക്കുവാൻ തയ്യാറാക്കിയത് എന്ന് നാം ഓർക്കണം. അതുകൊണ്ട് ജീവിതത്തിൽ ക്രിസ്തുവിൻ്റെ മാർഗത്തിൽ ചരിക്കുന്നവരായി നമുക്ക് കഷ്ടതകളും ദുഃഖങ്ങളും പ്രയാസങ്ങളും രോഗങ്ങളും അപകടങ്ങളും ഒക്കെ ഉണ്ടാവാം. പക്ഷേ തേജസ്സിൻ്റെ വാടാത്ത കിരീടം പ്രാപിക്കുവാനാണ് നമ്മുടെ യാത്രയെന്ന് ഓർക്കുമ്പോൾ പൗലോസ്ലീഹ പറയുന്ന പോലെ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ ലോകത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് റോമാലേഖനത്തിൽ 8-ാം അധ്യായത്തിൽ പൗലോസ്ലീഹ നമ്മെ ഓർപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തേജസ്സിൻ്റെ കിരീടം പ്രാപിക്കാൻ ഈ ലോകത്തിൽ ഏത് കഷ്ടതയും ദുഃഖത്തെയും പ്രയാസങ്ങളെ അതിജീവിക്കുവാൻ നമുക്ക് കഴിയണം. അതിനപ്പുറമായി ഒരു നല്ല തേജസ്സിൻ്റെ കിരീടം നമുക്കുണ്ടെന്നുള്ള പ്രത്യാശയോടെ ജീവിക്കുവാൻ നമുക്ക് സാധിക്കണം. അതിന് ദൈവം നമ്മെ ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കും.